ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഇന്ന് നമ്മൾ റൂംമേറ്റ്സൊക്കെ ആയിട്ടുള്ളൊരു ഓണസ്റ്റ് സെലിബ്രേഷനാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല, ഒരു ലഞ്ചാണ് കഴിക്കുന്നത്. കുറച്ച് ബോൺലെസ് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് ചെറിയൊരു ചിക്കൻ റൈസ് ഉണ്ടാക്കി. എൻ്റെ പ്ലേറ്റ് കാണാൻ ഭംഗിയില്ലാത്തതുകൊണ്ട് അവളെ പ്ലേറ്റ് ഞാൻ വീഡിയോ എടുത്തു. എൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയി. അവൾക്ക് എന്തോ ലിപ്സ്റ്റിക്കൊക്കെ നോക്കാണ്ടായിരുന്നു, അവളതെന്തോ കളഞ്ഞു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അത് നോക്കി. അങ്ങനെ ഞങ്ങൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ചെറിയൊരു സദ്യ ഉണ്ടാക്കുന്നുണ്ട്, അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയതാണ്. പെട്ടെന്ന് വാങ്ങിച്ചു വന്നു. ഓൾറെഡി എല്ലാവരും കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാളന് സാമ്പാറിൻ്റെയൊക്കെ സാധനങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കൂട്ടുകറിയും രസമാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം എൻ്റെ കൂട്ടുകറിക്കുള്ള പ്രിപ്പറേഷൻസാണ് ഇത്. എന്താ പറയുക, തേങ്ങ വറുക്കാണ്. തേങ്ങ ചെറുതായിട്ട് കരിഞ്ഞു പോയോ ഒരു സംശയം, എന്നാലും ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ, അറിഞ്ഞില്ലാരും. ഇത് കൂട്ടുകറീൻ്റെയാണ്, പക്ഷെ കുറച്ച് വെന്ത് പോയോ എന്നും ഡൗട്ടുണ്ട്. തണുത്താൽ റെഡി ആവുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ രസമാണ് ഉണ്ടാക്കിയത്. രസം ഓക്കെ ആയിരുന്നു കേട്ടോ. ഇത് ആൽഫിയുടെ പായസമാണ്. അടപ്രഥമനാണ് കേട്ടോ. ഫസ്റ്റ് ക്യാരമലൈസ്ഡൊക്കെ ചെയ്ത് സെറ്റാക്കി ഉണ്ടാക്കിയതാണ്. ഇനിവ എല്ലാം റെഡിയായി, ഒക്കെ റെഡിയായി. ഞങ്ങൾ അപ്പുറത്തൊരു ടേബിളുണ്ട് കിച്ചണിൽ തന്നെ. എൻ്റെ കൂട്ടുകറി ഓക്കെ ആയിട്ടോ, തണുത്തപ്പോൾ ഓക്കെ ആയി. അങ്ങനെ എല്ലാം റെഡിയായി. പിന്നെ വേറൊരു കുട്ടിയുണ്ട് കേട്ടോ അവിടെ, നേപ്പാളിയാണ്. അപ്പോൾ അവളെ ഫുഡ് കുക്ക് ചെയ്യാണ്. ഞങ്ങളെ കൂടെ കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവളെന്തോ കുക്ക് ചെയ്യാണ് അവളെ ഫുഡ്. അങ്ങനെ ഞങ്ങൾ സാരിയൊക്കെ മാറ്റി. എല്ലാവരും മാറ്റിയിരുന്നു കേട്ടോ. രണ്ടാളേറ്റോ എന്തോ മാറ്റാത്തതുള്ളൂ, ബാക്കി എല്ലാവരും സാരിയൊക്കെ മാറ്റേണ്ടിയിരുന്നു. എൻ്റെ സാരിയല്ല, വേറെ ആരോ സാരി ഞാൻ വാങ്ങി കൊടുത്തതാണ്, ആൽഫിയുടെ സാരിയാണ്. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഞങ്ങൾ റൂമിൽ തന്നെ ആയിരുന്നു. ഇവിടെ കുറച്ച് സ്പേസ് ഉള്ളതുകൊണ്ട് ഇവിടെയാണ് എല്ലാവരും ഇരുന്നത്. ഞങ്ങൾ മാറ്റൊക്കെ മാറ്റി അങ്ങനെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് അങ്ങനെ ഇവിടെ തന്നെ നിലത്താണ് ഇരുന്നത് കഴിക്കാനും. ശർക്കര ഉപ്പേരിയും വറുത്തുപ്പേരിയും പിന്നെ കാളന് പിന്നെന്തായിരുന്നു, അങ്ങനെ കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പച്ചടി, പിന്നെ അവിയൽ, പിന്നെ 2 കൂട്ടം പായസം, പിന്നെ വഴുതനേൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത്, പിന്നെ സാമ്പാർ, മോര് കറി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടി ഞങ്ങൾ കഴിക്കാനിരുന്നു. അങ്ങനെ സ്പേസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 11-12 ആൾക്കാരുണ്ടായിരുന്നു, പക്ഷേ എല്ലാവർക്കും ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. ഒരു ഇല എക്സ്ട്രാ ആയിരുന്നു കേട്ടോ, അതാരും കഴിച്ചില്ല. പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്തു. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്നൊരു കുട്ടിയുണ്ട്, അപ്പോൾ അവൾക്ക് കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചു. അങ്ങനെ ഇതൊക്കെയാണ് സദ്യക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനും കഴിക്കാൻ തുടങ്ങി. നല്ല അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ. ആൽഫി ഉണ്ടാക്കിയ സാമ്പാറാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ കല്യാണത്തിനൊക്കെ കിട്ടുന്ന സാമ്പാറല്ല, ആ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയത്. പിന്നെ 2 പായസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പായസമൊക്കെ കഴിച്ചു നോക്കി. ഇലയിൽ തന്നെ ഒഴിച്ചിട്ടാണ് പായസം കഴിച്ചു നോക്കി കേട്ടോ. പിന്നെ പപ്പടം കൂട്ടി പായസം ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ചു നോക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അങ്ങനെ സെറ്റായി. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇന്നൊക്കെ അത്രയേ ഉള്ളൂ. ബൈ.